നമ്മൾ ഇന്നൊരു യാത്ര പോവാട്ടോ. കുറേ ദിവസമായി നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ ഓരോരോ കാരണങ്ങളുണ്ട്, അതിങ്ങനെ നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് എന്തായാലും നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചിറങ്ങിയേക്കുവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോണ സ്ഥലത്തെ പറ്റിയും അവിടുത്തെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ഐശ്വര്യമായിട്ട് ഫുഡ് കഴിച്ച് തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് ദൂരം കൂടെ പോകാനായിട്ടുണ്ടായിരുന്നു. പോകുന്ന സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയാട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. ഇതുവരെ അപ്പം നമ്മൾ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. ഇത് മക്കുവള്ളിയാട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഒരു മലയോര പ്രദേശം അല്ലെങ്കിൽ ഗ്രാമപ്രദേശം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര മക്കുവള്ളിയിലൂടെ ആട്ടോ. കാടുകളും മലകളും എല്ലാം കൂടെ ചുറ്റിപ്പറ്റിയ ഒരു ചെറിയ ഗ്രാമപ്രദേശം ആട്ടോ മക്കുവള്ളി. നമ്മളവിടെ ചെന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ മക്കുവള്ളി കാണാൻ ഇറങ്ങും കേട്ടോ. ഇത് ഈ കാണുന്ന കുളം ഉണ്ടല്ലോ, അത് നിറച്ച് മീനുകളാട്ടോ. അത് ക്ലിയർ അല്ല, പക്ഷെ അത് നിറച്ച് മീനുകളുണ്ട് കേട്ടോ. നമ്മൾ പതുക്കെ എന്നിട്ട് മക്കുവള്ളി കാണാനായിട്ട് ഇറങ്ങി. കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പതുക്കെ കാടൊക്കെ കണ്ടാ പോയത്. ഓരോ മരങ്ങളും കാണുമ്പം ഒന്ന് പേടിയാവും, പിന്നെ ഒന്ന് സന്തോഷമാവും. ഇപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം. അങ്ങനെ നടന്ന് ഇതൊരു അരുവിയാട്ടോ. വേനൽക്കാലം ആയതുകൊണ്ട് ഈ വരണ്ടിരിക്കണേ. മഴക്കാലത്താണെങ്കിൽ നിറച്ച് വെള്ളമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി മഴക്കാലത്ത് ഒരു തവണ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനൊന്ന് പോയി നോക്കണം. ഭയങ്കര കാമായിട്ടുള്ള സ്ഥലം കേട്ടോ മക്കുവള്ളി എന്ന് പറയുന്നത്. ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾ പ്രധാനമായിട്ടും കർഷകർ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് റബ്ബർ, കാപ്പി, കുരുമുളക് എന്നിവയൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള വിളകൾ. ചുറ്റും കുന്നുകളും ചെറിയ മലകളും ഒക്കെ ആയിട്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരും. ഭയങ്കര ശാന്തമായിട്ടുള്ള ജീവിതശൈലി തന്നെ ഇവർ നയിക്കുന്നത്. മഴക്കാലത്താണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പും അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. വേനൽക്കാലത്താണെങ്കിൽ നല്ല ചൂടും ഉണ്ട്. ഈ കാണുന്ന പാറയെക്കൂടൊക്കെ നമ്മൾ നടന്ന കേട്ടോ. നമ്മൾ ഏതിനെയും വണ്ടിയിൽ നടക്കുന്നതുകൊണ്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും നമ്മൾ മല കയറി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷിയാണ് കേട്ടോ ഇവരുടെ ജീവിതമാർഗം. കൃഷിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ വിളകൾ കാണും കേട്ടോ. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും മനസ്സിന് സന്തോഷം തരുന്ന സ്ഥലമാട്ടോ മക്കുവള്ളി. ഇപ്പം ഈ കണ്ട മലകളൊക്കെ നല്ല വലിപ്പമുണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവാത്ത, പക്ഷേ നല്ല വലിപ്പമുണ്ട്. ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണുന്ന കേട്ടോ ഇതിലും ഭംഗി. അങ്ങനെ മലയൊക്കെ കണ്ട് നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ. മഴക്കാറ് കണ്ടുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി. നമ്മൾ കറക്റ്റ് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ മഴയും പെയ്തായിരുന്നു കേട്ടോ. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് മക്കുവള്ളി കാണണം കേട്ടോ. ഈ മക്കുവള്ളി ഗ്രാമവും ഇവിടുത്തെ ആൾക്കാരും എല്ലാം ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര അടിപൊളിയാട്ടോ. ടൗണിൽ നിന്നുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ കുറച്ച് മാറി ഒന്ന് കാമായിട്ടിരിക്കാനായിട്ട് പറ്റിയ സ്ഥലമാട്ടോ മക്കുവള്ളി. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനു മുമ്പ് മക്കുവള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മക്കുവള്ളിയിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്വന്തം വണ്ടിയായിട്ട് തന്നെ വരണം. അവിടുത്തെ കാറ്റൊക്കെ അടിച്ചിങ്ങനെ നടക്കാനായിട്ട് തന്നെ ഒരു പ്രത്യേക സുഖമാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.